ഇച്ചായ, ഇച്ചായ, മരുന്ന് കഴിക്കാൻ സമയമായി. ഡോക്ടർ എന്നാ പറഞ്ഞു? പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിയതുകൊണ്ട് രക്ഷപ്പെട്ടു. കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കണം. ഇപ്പൊ മനസ്സിന് സമാധാന വേണ്ടത്. ദേ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ പോണ്ട. എല്ലാം കൊണ്ടും നമുക്കിപ്പോ കഷ്ടകാല. പഴയ നിയമത്തിലെ ജോബിന്റെ കഥ അറിയില്ലേ നിനക്ക്? ഒന്നിനു പുറകെ ഒന്നായി ദുരിതങ്ങൾ അയച്ച് ദൈവം ജോബിനെ പരീക്ഷിച്ചു. അതുപോലെ നമ്മളെയും പരീക്ഷിക്കായിരിക്കും. അത്തരം അവസ്ഥയിൽ താനും തണലുമായി നിൽക്കേണ്ടവരും കൂടി നമ്മളെ കൈവിട്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാ. എനിക്ക് സുഖമില്ലാതായ വിവരം കൊച്ചറിഞ്ഞോ? എന്തിനാ പറയുന്നേ? അവക്ക് വീട്ടുകാരെ വേണ്ടല്ലോ. ചിലപ്പോ അച്ഛൻ വിളിച്ചു പറഞ്ഞു കാണും. ദേ, പറഞ്ഞു നാവെടുത്തില്ല. പുന്നാര പെങ്ങളാ. രോഗവിവരം തിരക്കാൻ വന്നതായിരിക്കും. ഇച്ചായൻ ചത്തോന്നറിയാനാണോ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം ഞാൻ എന്താ ചെയ്തേ? അന്നെ ഇത്തിരി മനുഷ്യത്വം കാണിച്ചിരുന്നേൽ എബി ഇങ്ങനെ ജയിലിൽ കിടക്കേണ്ടി വരത്തില്ലായിരുന്നു. എന്റെ ഇച്ചായൻ ഈ ഗതിയും വരത്തില്ലായിരുന്നു. ഞാൻ ഒന്നും പറയണ്ട. എബി എന്റെ അനിയനാണ്. അവനെ സഹായിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? പക്ഷെ വ്യക്തിപരമായ കാര്യസാധ്യത്തിന് വേണ്ടി എന്റെ പദവി ഉപയോഗിക്കാൻ എനിക്കാവില്ല. അത് ശരിയുമല്ല. എന്താ നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയാത്തെ? ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല. നിന്നാ ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്ന് വരും. മനുഷ്യരെ മനസ്സിലാക്കുന്നത് ആപത്തിൽ നമുക്ക് അവർ താങ്ങാവുമ്പോഴാടി. പക്ഷെ നീ എന്നാ സഹായമാ ഞങ്ങൾക്ക് ചെയ്തേ? ദോഷമല്ലാതെ ഒരു ഗുണവും നിന്നെ കൊണ്ട്. എന്റെ മോനെ ഇനി വിഷമിപ്പിക്കാനാണോ? ഇച്ചായനെ കാണാനാ ഞാനിപ്പോ വന്ന്. ഇച്ചായനും അന്നുകൊച്ചിനെ കാണണ്ടെങ്കിൽ ഞാൻ പോയേക്കാം. അന്നേ, നിന്നോട് എനിക്ക് വിരോധമൊന്നുമില്ല. നെഞ്ചിനുള്ളിൽ ഇപ്പോഴും ഒരു വിങ്ങല. അത് മാറണേ. എനിക്ക് എബി ഒന്ന് കണ്ടാ മതി. നീ അവനെ ഇവിടം വരെ ഒന്ന് എത്തിക്കാവോ? ഞാൻ ഒന്ന് കണ്ടേച്ച് കൊണ്ടുപോയിക്കോട്ടെ. ഞാൻ എത്തിക്കാം. അവസാനം കളക്ടർ ഒന്ന് കണ്ടു കിട്ടിയല്ലോ.
2 തവണ ഞാൻ തന്റെ ഓഫീസിലേക്ക് വിളിച്ചിരുന്നു. ഞാൻ ഇവിടെയായിരുന്നു, ആരെ അറിയിച്ചില്ല. അതാണ് പിയോട് ചോദിച്ചപ്പോ അയാൾക്കൊരു വിവരമില്ലെന്ന് പറഞ്ഞത്. ഉച്ചവരെയുള്ള അപ്പോയിന്റ്മെന്റ്സും പ്രോഗ്രാംസും ക്യാൻസൽ ചെയ്തിരിക്കാന്നും പറഞ്ഞു. ഇങ്ങോട്ട് വിളിച്ചപ്പോ എൻഗേജ് ടോൺ. ഞാൻ ഫോൺ ഓഫ് ദ ഹുക്ക് വച്ചിരിക്കുകയായിരുന്നു. എന്ത് പറ്റുള്ളത് എനിക്ക്? ആകെ ഒരു മൂഡ് ഓഫ്. കുറെ നേരം ലോൺലി ആയിരിക്കണം തോന്നി. അപ്പോ ഞാൻ വന്നത് ഡിസ്റ്റർബൻസ് ആയില്ലേ? നോ, നെവർ. മറ്റാരെ പോലും അല്ലല്ലോ താൻ എനിക്ക്. എന്താണ് ഈ ഏകാന്തവാസത്തിന് കാരണം? മുഖം കണ്ടാൽ അറിയാം താൻ ആകെ ഡിസ്റ്റർബ്ഡ് ആണെന്ന്. യെസ്, എനിക്കിപ്പോ ഒരു പീസ് ഓഫ് മൈൻഡും ഇല്ല താര. എങ്ങോട്ടെങ്കിലും പോയാലെന്നോ ഇപ്പോഴത്തെ എന്റെ ചിന്ത. തനിക്ക് എന്ത് പറ്റിയടൂ? ഞാനൊരു ഐഡിയലിസ്റ്റ് ആണെന്ന് തനിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? കുറച്ചൊക്കെ. ശരിയാണ്, എനിക്ക് എന്റേതായ പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്. അതിലെന്താ തെറ്റ്? സ്വന്തമായി പ്രിൻസിപ്പൽസ് ഇല്ലാത്തതാണ് പലരുടെയും തെറ്റ്. ഈ പൊസിഷൻ മിസ്യൂസ് ചെയ്യുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. എന്റെ ഈ ഡിസിഷൻ കാരണം സ്വന്തം വീട്ടുകാർ പോലും എനിക്കെതിരായി. എബിയുടെ കാര്യമായിരിക്കും താൻ ഉദ്ദേശിക്കുന്നത്. ഒരു മർഡർ കേസിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് റിലീസ് ചെയ്യാൻ എനിക്ക് എങ്ങനെ ആവശ്യപ്പെടാൻ പറ്റും? ഞാനത് ചെയ്യില്ല. അക്കാര്യത്തിൽ തന്നോട് ഞാൻ 100% യോജിക്കുന്നു. ബട്ട് വിത്തിൻ ദി ലിമിറ്റ്സ് ഓഫ് ലോ ഞാൻ ചെയ്യാവുന്നതൊക്കെ ചെയ്തു താരേ. എബി ഒന്ന് കാണണമെന്ന് ഇച്ചാൻ എന്നോട് പറഞ്ഞു. അത് ഒരു ജെന്യൂൻ റിക്വസ്റ്റ് ആണ്. ഞാൻ അതിനു വേണ്ടി അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തു. എബിയുടെ സ്വഭാവത്തെ കുറിച്ച് തന്റെ ഇവാലുവേഷൻ എന്താണ്? ഒരു പാവമാണവൻ. വാശിയും വൈരാഗ്യവും ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഒരു മർഡർ നടത്താനുള്ള ക്രൂവൽറ്റി അവൻ ഒരിക്കലും ഇല്ല. അങ്ങനെയുള്ളവരല്ലല്ലോ കൊലപാതകികളാകുന്നത്. സിറ്റുവേഷൻസ് ആണ് പലപ്പോഴും പലരെയും. ഐ നോ ദാറ്റ്. അതുകൊണ്ടാണ് അവന്റെ കാര്യത്തിൽ ഞാൻ നേരിട്ട് ഇന്റർഫിയർ ചെയ്യാത്തത്. ഞാൻ അച്ഛനെ കൊണ്ട് അന്വേഷിപ്പിച്ചു. ആ പെൺകുട്ടിയെ അവൻ തന്നെയാണ് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയത്. എന്തോ ഫൗൾ പ്ലേ നടന്നിട്ടുണ്ടെന്ന എന്റെ ബലമായ സംശയം. ഞാൻ കോഴിക്കോട് നിന്ന് പോയാലോ? പോയിട്ട് എന്ത് ചെയ്യാനാ? റിപ്പോർട്ടിങ്ങിന്റെ മറവിൽ ഞാൻ ഒരു പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാലോ? വാർത്തയുടെ ചൂടന്നടങ്ങിയ ഈ സമയമാണ് അതിന് നല്ലത്. അധികം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കാര്യം നടത്താം. എബിയെ കാണുമോ? ശ്രമിക്കാം. ഒഫീഷ്യൽ പെർമിഷൻ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം. അവിടെ ചെന്ന് എന്തെങ്കിലും ന്യൂ ഇൻഫർമേഷൻ കിട്ടിയ തന്നെ വിളിക്കണം. അതിലും നല്ലത് ഈ മുഖതാവിൽ വന്ന് ഉണർത്തിക്കുന്നതല്ലേ? Anyway, you will have to help me out. I will. So, see you soon. ഔസേപ്പച്ചന്റെ പദ്ധതി ഒന്നും നടക്കൂലെന്ന് ഞമ്മൾ അപ്പളെ പറഞ്ഞിട്ടുണ്ട്. ഓളൊരു കേമത്തിയാന്ന്. ഓളുടെ അടുത്ത് ഈ പദ്ധതി ഒന്നും നടക്കൂല. ആങ്ങളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടാ ചിലപ്പോൾ അവൾ കോംപ്രമൈസിന് വന്നേക്കും എന്ന് ഔസേപ്പച്ചൻ വിചാരിച്ച് തെറ്റൊന്നുമില്ല. പക്ഷെ ആ നരുന്ത് പെണ്ണ് ഇത്തരമൊരു കാന്താരിയാണെന്ന് ആരറിഞ്ഞു? ആ ചെറുക്കനെ 2-3 ദിവസത്തിനകം കസ്റ്റഡിയിൽ നിന്ന് വിടും. അതിനു മുമ്പ് എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്ത് അന്നാക്കുരുവിളുടെ മുട്ടുമടക്കണം. ഓളുടെ മുട്ട് നല്ല ഉരുക്ക് കൊണ്ടാ പടച്ചോൻ ഉണ്ടാക്കി വിട്ടത്. അതങ്ങനെയൊന്നും മടങ്ങൂല മോനെ. ഞാൻ നോക്കിയിട്ട് വേറൊരു ഐഡിയ കാണുന്നു. ശരിക്ക് പ്ലാൻ ചെയ്താൽ ചിലപ്പോ വിജയിച്ചേക്കും. ആ പറ പണിക്കരെ, ഏത് കച്ചിത്തുരുമ്പെ പിടിക്കാനും നമ്മൾ തയ്യാറായി നിൽക്കുന്ന സമയമല്ലയോ ഇത്? ഒരു ചെറിയ സാധ്യത പോലും തള്ളിക്കളയാൻ പറ്റത്തില്ല. ആ ചെറുക്കനല്ല അവളെ കൊന്നതെന്ന്
നമുക്കറിയാം. അന്നാക്കുരുവിളയ്ക്ക് അറിയത്തുമില്ല. അത് വെച്ച് നമുക്കൊരു കളി കളിച്ചാലോ? അത് വെച്ചല്ലേ ഔസേപ്പച്ചനൊരു കളി കളിച്ച് തലയും കുത്തി വീണത്. നിങ്ങൾ വേറെ വല്ല കാര്യം ഉണ്ടെങ്കിൽ പറയുന്ന പണിക്കറേ. ഞാൻ പറയുന്ന മുഴുവൻ കേട്ടിട്ട് പുതുക്കുള്ള അഭിപ്രായം പറഞ്ഞാൽ മതി. ഇതാപ്പൊ നന്നായി. നമ്മൾ എന്ന് അന്നാക്കുരുവിളെ കണ്ടൊരു ഓഫർ വയ്ക്കുന്നു. എബി അല്ല മേഴ്സിയെ കൊന്നെന്ന് നമുക്ക് രഹസ്യമായ ഒരു അറിവ് കിട്ടിയിരിക്കുന്നു. നമ്മൾ ആവശ്യപ്പെട്ട കാര്യം സാധിച്ചു തരാമെങ്കിൽ നമുക്ക് കിട്ടിയ തെളിവുകൾ പകരം കൊടുക്കും. ഇതൊരു ഞാണിന്മേ കളിയാ. വിജയിക്കുമ്പോ പണിക്കരെ. ഒന്ന് ശ്രമിച്ചു നോക്കിയാലെന്താ? പക്ഷേങ്കി കലക്ടറെ കാണാൻ നിങ്ങൾ രണ്ടാളും പോയാ മതി. ഞമ്മളില്ലെന്റെ പാപ്പ. നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാ പണിക്കരെ ഇത്. ആ പെണ്ണ് നമ്മളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാനും മടിക്കാത്ത സാധനമാ. എന്നാ വേറെ വല്ല വഴിയോ ആലോചിച്ചാലോ? ചത്തുപോയ പെണ്ണിനൊരു ആങ്ങളയുണ്ട്, ക്രിസ്റ്റി. അവൻ ആളൊരു ഉച്ചനാണെന്നാ കേട്ടത്. നമുക്ക് അവനെ ഒന്ന് സമീപിച്ചാലോ? എന്നിട്ട് എന്നാ ചെയ്യാനാ? കളക്ടറുടെ കാറ് കയറണം, അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് ബഹളം ഉണ്ടാക്കി അവളെ നാറ്റിക്കണം. എന്നിട്ട് അവനെ പോലീസുകാർ തൂക്കിയെടുത്തു കൊണ്ടുപോയി തല്ലി ചതക്കണം. നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ല എന്റെ പണിക്കറേ. എന്നാൽ ഇനി എന്ത് ചെയ്യണമെന്ന് പുതുക്കുളം തന്നെ പറ. നമുക്ക് ഇതങ്ങാട്ട് വിടാം. അതാ എല്ലാം കൊണ്ടും ഞമ്മക്ക് നല്ലത്. എടോ പുതുക്കുളം, ഇതുവരെ ഒന്നിച്ച് നിന്നിട്ട് ഒടുവിൽ കാല് മാറുന്ന നല്ല പണിയല്ല കേട്ടോ. ഞങ്ങൾ എന്ത് കാര്യം പറഞ്ഞാലും നിങ്ങൾ ചുമ്മാ കയറി അങ്ങ് ഉടക്കുന്നത് ശരിയല്ല. ആരെന്ത് പറഞ്ഞാലും ഉടക്ക് വെക്കുന്നത് ഞമ്മളെ ഒരു സ്വഭാവമായി പോയി ചെറുപുരക്കലെ. അത് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലെന്ന്. ഈ കൊലപാതകം നമുക്കൊരു ചാൻസ് ആയിരുന്നു. പക്ഷേ അന്നാക്കുരുവിളക്കെതിരെ പ്രയോഗിക്കാൻ പറ്റില്ലെന്ന് ഒരു വിധം തീർച്ചയായി, ഇല്ലേ? അപ്പോ അതും പോയി. ഔസേപ്പച്ചൻ നമുക്ക് കൊണ്ടുവന്നെന്ന സ്വപ്നം ഔസേപ്പച്ചന്റെ മരുമോള് തന്നെ അത് തിരിച്ചെടുത്തിരിക്കുന്നു. ഇതൊന്നും ഒന്നിന്റെ അവസാനമല്ല പണിക്കരെ. സാധ്യതകൾ ഇനിയും വരും. വരും വരും വരും. നിങ്ങൾ വലിയ ചാക്കും കൊണ്ട് ഇവിടെ പിടിച്ച് കുത്തിരുന്നോളി. ഇതൊക്കെ സീരിയലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ലജ്ജയില്ലല്ലോ എന്നാണ്. എടോ, മാനം മര്യാദയായി ജീവിക്കുന്ന കുടുംബത്തിലെ ഒരു പെണ്ണും കാമുകനോടൊപ്പം ഹോട്ടലിൽ പോയി മുറിയെടുത്ത് അന്തി ഉറങ്ങില്ല. അവർ അന്തിയുറങ്ങാൻ വന്നതല്ല സർ, ഒരു ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ. അവൾക്കൊരു സഹോദരനുണ്ട്, അമ്മയുണ്ട്. എന്നിട്ടും കോഴിക്കോട് വരാൻ കാമുകനെ മാത്രമേ കിട്ടിയുള്ളൂ. എബി കുരുവിള എന്നൊരു പയ്യനെയാണല്ലോ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. അയാളാണോ അവളെ കൊലപ്പെടുത്തിയത്? തെളിവുകളെല്ലാം അവനെതിരാണ്. സ്നേഹിക്കുന്ന പെണ്ണിനെ ശ്വാസം മുട്ടിച്ചു കൊല്ലുമെന്ന് സാറ് വിശ്വസിക്കുന്നുണ്ടോ? അവർ തമ്മിൽ സ്നേഹമായിരുന്നു എന്ന് ആര് പറഞ്ഞു? ഒരുപക്ഷെ അവളവനെ സ്നേഹിച്ചിരിക്കാം. അതുകൊണ്ടാണല്ലോ ആ വിഡ്ഢി പെണ്ണ് കണ്ണുടച്ച് വിശ്വസിച്ച് അവന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷേ എബിയുടെ വേർഷൻ അങ്ങനെയല്ലല്ലോ. സി മിസ് താര, അവൻ പറയുന്നത് നുണയാണെന്ന് മനസ്സിലാക്കാൻ സൂപ്പർ ഇന്റലിജൻസ് ഒന്നും വേണ്ട, കോമൺ സെൻസ് മതി. പരിചയമില്ലാത്ത നാട്, പരിചയമില്ലാത്ത ഹോട്ടൽ, ആരെങ്കിലും വന്ന് വിളിച്ചാൽ സ്വന്തം പെണ്ണിനെ ഒറ്റയ്ക്ക് മുറിയിലാക്കിയിട്ട് ഏതെങ്കിലും കാമുകൻ പോവും? അപ്പൊ പിന്നെ സത്യത്തിൽ എന്താണ് നടന്നത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത് മർഡറിന് മുമ്പ് റേപ്പ് നടന്നിട്ടുണ്ടെന്നാണ്. ദ റീസൺ ഓഫ് ഡെത്ത് വാസ് സഫോക്കേഷൻ. ശ്വാസം മുട്ടിച്ചതിന്റെ തെളിവുകളും ശരീരത്തിലുണ്ട്. അവന്റെ ആഗ്രഹത്തിന് അവൾ വിസമ്മതിച്ചപ്പോ ബലപ്രയോഗം നടന്നു കാണും. എബി കുറ്റം സമ്മതിക്കുന്നുണ്ടോ? ഏതെങ്കിലും കൊലപാതകി അത് സമ്മതിക്കുമോ? താര, ഈ കേസിൽ നിങ്ങളുടെ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് എന്താണ്? ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയണം. നിങ്ങൾ വന്നത് പത്രത്തിനു വേണ്ടിയോ മരിച്ച പെൺകുട്ടിയോടുള്ള സഹതാപം കൊണ്ടോ അല്ല. റൈറ്റ്? യെസ് സർ, യു ആർ റൈറ്റ്. ശരി, പിന്നെ എന്തിനാ നീ വന്നത്? എബിയുടെ സിസ്റ്റർ അന്ന കുരുവിളിക്ക് വേണ്ടിയാണ് ഞാൻ വന്നത്. അക്കാര്യം സാർ അറിയണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ് പറയാതിരുന്നത്. തുറന്നു പറഞ്ഞാൽ സന്തോഷമുണ്ട്. ഞാൻ ഈ പറഞ്ഞതെല്ലാം മർഡറിനെ കുറിച്ചുള്ള ഞങ്ങളുടെ ഒഫീഷ്യൽ വേർഷനാണ്. എന്നാൽ അൺഒഫീഷ്യലായ ചില സത്യങ്ങൾ ഞാൻ പറയാം. എബി നിരപരാധിയാണ്. അവനല്ല മേഴ്സിയെ കൊലപ്പെടുത്തിയത്. സാർ എന്താണ് ഈ പറയുന്നത്?
രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് എബിയെ ഞങ്ങൾ കസ്റ്റഡിയിൽ നിന്ന് വിടാത്തത്. ഒന്ന്, എബിയെ വിടാതിരിക്കുന്നതാണ് യഥാർത്ഥ കൾപ്രിറ്റിനെ ട്രാപ്പ് ചെയ്യാൻ എളുപ്പം. രണ്ടാമത്, അന്വേഷണം പൂർത്തിയാകും വരെ എബിയെ റിമാൻഡിൽ വെക്കണമെന്നും കളക്ടറുടെ സഹോദരനാണെന്ന ഒരു പരിഗണനയും നൽകേണ്ടതില്ലെന്നും കോട്ടയം SP എന്നെ വിളിച്ചു പറഞ്ഞു. എന്തിന് കോട്ടയം SP അങ്ങനെ പറയണം? കോട്ടയം കളക്ടറേറ്റിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം അങ്ങനെയായിരുന്നു. അതായത് അന്ന പറഞ്ഞിട്ടാണ് കോട്ടയം SP അങ്ങനെ? അതെ. ആഹാ. രക്തബന്ധങ്ങൾക്ക് അതീതമാവണം നീതിയും നിയമവും അധികാരവും എല്ലാം. ഓക്കെ തരാ, സീ യു. ആ. ഹായ്. ആഹാ, കോഴിക്കോട് പോയിട്ട് താനിപ്പോ വന്നു? ഇന്ന് രാവിലെ. തനിക്കൊരു ഗ്ലാഡ് ന്യൂസ് ഉണ്ട്, അതാദ്യം പറയാം. എബീസ് ഇന്നസെന്റ്. ജീസസ്, സത്യമാണ് താനി പറയുന്നേ? യെസ്, എബി ഇന്നസെന്റ് ആണെന്ന വിവരം അശ്വമുഖത്ത് നിന്ന് കേൾക്കാൻ പറ്റി. സാക്ഷാൽ കോഴിക്കോട് SP നിന്നും. പുള്ളിയത്തെ കണ്ടോ? കണ്ടു. എന്നിട്ട്? ആദ്യം പുള്ളി പോലീസ് സ്റ്റൈലിൽ കുറഞ്ഞ സംസാരിച്ചു. ഞാൻ വിട്ടുകൊടുത്തില്ല, ശരിക്കും ആർഗ്യൂ ചെയ്തു. ഒടുവിൽ ഡീറ്റെയിൽസ് മുഴുവൻ പറഞ്ഞു. ആരാണ് ഈ മർഡറിന് പിന്നിൽ? ദ ഗാങ് ഓഫ് 3. ആ മൂവർ സംഘത്തെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പേരിൽ ഞാൻ എന്തെല്ലാം സഹിക്കേണ്ടി വന്നു. എടോ, വേറൊരു പ്രധാനപ്പെട്ട കാര്യം. തന്റെ ഓഫീസിൽ നിന്ന് കിട്ടിയ മെസ്സേജ് അനുസരിച്ചാ അവരവനെ റിമാൻഡ് ചെയ്തത്. അല്ലെങ്കിൽ സെക്കൻഡ് ഡേ തന്നെ വിട്ടേനെ. എന്റെ ഓഫീസിൽ നിന്നുള്ള മെസ്സേജോ? ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാൻ വരെ എബിയെ റിമാൻഡിൽ വെക്കണമെന്നും ഒരു കാരണവശാലും ജാമ്യം കൊടുക്കരുതെന്നും തന്റെ ഓഫീസിൽ നിന്നൊരു മെസ്സേജ് കോട്ടയം SP ചെന്നിട്ടുണ്ട്. അവരത് കോഴിക്കോട് SP പാസ് ചെയ്തു. ഈ നോൺസെൻസ് ആരാ തന്നോട് പറഞ്ഞേ? SP കേട്ടപ്പോ വളരെ സസ്പീഷ്യസ് ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഒരു മെസ്സേജ് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. പിന്നെ ആരാത് ചെയ്തത്? മാത്യു ആയിരിക്കും. അയാളല്ലാതെ വേറെ ആരും ഇത് ചെയ്യില്ല. തന്റെ PA? യെസ്. അയാൾ എന്തിനാ അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കണം? That I'll have to find out. ആരോ ഇതിന്റെ പിന്നിൽ പ്ലേ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു മെസ്സേജ് പോകണം? അപ്പോ പാളയത്തിനുള്ളിൽ തന്നെയാണ് ശത്രു. അതാരാണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി. മാത്യുവിനോട് സംസാരിച്ചാൽ കാര്യം പുറത്തു വരും. അയാൾ ഇതൊന്നും അറിഞ്ഞതല്ലെങ്കിലോ? കോട്ടയം SP വിളിച്ച് ചോദിച്ചാ എവിടെന്ന് ഒറിജിനേറ്റ് എന്നറിയില്ലേ? എന്തായാലും ഞാൻ ഇത് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇൻവെസ്റ്റിഗേഷനിൽ എന്റെ ഹെൽപ്പ് വല്ലതും വേണോ? വേണ്ട താര, ഞാൻ മാനേജ് ചെയ്തോളാം. എന്റെ ഓഫീസിൽ ഞാൻ അറിയാതെ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ ഇൻഎഫിഷ്യൻസി കൊണ്ടാ. എപ്പോഴും പിന്നാമ്പുറത്തെ കളികൾ വൈകിയേ പുറത്തു വരൂ. എന്തായാലും ഇങ്ങനെയൊരു സംഭവം ഭാഗ്യം കൂടെ നേരത്തെ അറിയാൻ കഴിഞ്ഞല്ലോ. ഡു ദ നീഡ്ഫുൾ. എബി എന്നെ വിടുന്ന അവര് പറഞ്ഞത്? മിക്കവാറും നാളെ തന്നെ.